കട്ടയാൾ, അതുപോലെ മോഷണം മുതൽ വാങ്ങിയയാൾ, അത് ഉരുക്കിയയാൾ, അതെങ്ങനെ നമ്പർ 10 ജനപദിൽ 2 തവണ എത്തി? എങ്ങനെ സോണിയാഗാന്ധിക്ക് ആദ്യം കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു, പിന്നെ വലിയ പൊതി കൊടുത്തു? ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പോകാൻ കഴിയാത്ത നമ്പർ 10 ജനപദിൽ എത്താൻ അദ്ദേഹത്തിന് കഴിയും. അവിടെ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കാൻ കഴിയും. അത്തരം ഒരു സാഹചര്യത്തെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, കോൺഗ്രസിന് തന്നെയാണ്. ജയിലിൽ കിടക്കുന്നത് നമ്പർ 10 ജനപത്തിലെ ചായക്കടക്കാരനാണോ അതോ ACC ഓഫീസിലെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനാണോ? അല്ലല്ലോ. ജയിലിൽ കിടക്കുന്നത് നിലവിലെ കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള ആളാണ് അരുൺകുമാർ. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസത്തെ താമസമേ ഉള്ളൂ. കോടതി ശരിയാണ്, കുറ്റപത്രം സമർപ്പിക്കാൻ സമയമുണ്ടല്ലോ എന്ന് പറയുന്നു എന്നുള്ളത് നിയമപരമായ വിഷയമാണ്. ഇതിനൊരു രാഷ്ട്രീയ വശം കൂടി ഉണ്ടല്ലോ. ടൈം ബൈയിങ് ആണോ? കുറ്റപത്രം വന്ന് CPM നേതാക്കളായിട്ടുള്ള ആളുകളുടെ അടക്കം ഈ കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് കുറ്റപത്രത്തിൽ എഴുതി വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അതുപോലെ വാർത്തയാവും. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ എന്താണ് ചെയ്തത് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുമെന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ആ അപകടം ഒഴിവാക്കാനായിട്ട് കുറ്റപത്രം സമർപ്പിക്കൽ ഈ തെരഞ്ഞെടുപ്പ് തീയതിക്ക് അപ്പുറത്തേക്ക് മാറ്റുന്നതാണോ? ഇങ്ങനെയൊക്കെ ധാരാളം സംശയങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രകടിപ്പിക്കാം, ആർക്കും ആരുടെ മനസ്സിലും വരാം. ആർക്കും സംശയങ്ങൾ ഉന്നയിക്കാം. ഇവിടെ വീണ്ടും ആവർത്തിച്ചതുപോലെ അപക്വമായ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഇവിടെ പറയുകയാണ്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 15 ദിവസത്തിനുള്ളിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു കേസ് കുറ്റപത്രം വൈകിയാൽ ക്വാഷ് ചെയ്യപ്പെടും. ആരാ ക്വാഷ് ചെയ്യണേ? ആർക്കാ ക്വാഷ് ചെയ്യാനുള്ള അധികാരം? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അല്ലേ ഉള്ളൂ. അത്തരം ഹൈക്കോടതി തന്നെ ഡിവിഷൻ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസിൽ ഒരു സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലാണ് ക്വാഷിംഗ് പെറ്റീഷൻ തന്നെ ക്വാഷ് ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്ന കേസിൽ ഡിവിഷൻ ബെഞ്ച് കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ച് 15 ദിവസം കൊണ്ട് റിവ്യൂ ചെയ്യുന്ന ഈ കേസിനെ കുറിച്ച് ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. ആവർത്തിച്ച് കേസ് പരിശോധിച്ച ബെഞ്ച് അതുകൂടി പറഞ്ഞു. അതൊറ്റ കാര്യം ഞാൻ ആദ്യം ചോദിച്ചല്ലോ, മിസ്റ്റർ അഭിലാഷ്, ഞാൻ ചോദിച്ചല്ലോ, എന്താ ഈ കേസിൽ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും മനസ്സിലാക്കിയിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് മാത്രമാണ്. ഒരു പ്രതി ജാമ്യാപേക്ഷ കൊടുക്കും, അത് സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ വരും. ആ പ്രതി കൊടുക്കുന്ന ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ കേസിനെ പ്രകീർത്തിച്ചുകൊണ്ടല്ല, തനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി എന്ത് ഡിഫൻസും വക്കീലെടുക്കും. ആ ഡിഫൻസിന് മറുപടി ചോദിക്കും. ആ മറുപടിയുടെ ഇടയിൽ പല സംശയങ്ങളും സിംഗിൾ ജഡ്ജി ചോദിച്ചു. ഒരിക്കലും സിംഗിൾ ജഡ്ജിന്റെ മുന്നിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അത് സീൽഡ് കവറിൽ ഡിവിഷൻ ബെഞ്ചിൽ തന്നെയാണ്. ഇതൊക്കെ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ വർഷമായി മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തി, പല ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചർച്ച നടത്തിയ അങ്ങയ്ക്ക് ബോധ്യമുണ്ടാകും. പക്ഷെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ചോദിക്കുക, ഹൈക്കോടതിയിൽ വരണം കാഷ് ചെയ്യാൻ. ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ 100% ശരിയായ അഭിപ്രായമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നാൽ, ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണ്, ആവർത്തിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ക്ലാരിറ്റി ഉണ്ടല്ലോ. അതിൽ ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രതി അയാൾക്ക് ജാമ്യം കിട്ടാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വഴി എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ എക്സ്ക്ലൂസീവ്ലി അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ കേസിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നതല്ല. അപ്പോൾ ആ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംശയവും ചോദിക്കും. ഇപ്പൊ 17-ാം ദിവസം രാഹുൽ മാങ്കൂട്ടിന് ജാമ്യം കിട്ടി. ഏത്? 3ാമത് അതിജീവിതയുടെ കേസിൽ ജീവപര്യന്ത തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു റേപ്പ് കേസിൽ 17-ാം ദിവസം ജാമ്യം കിട്ടി. അത് കുറ്റപത്രം കൊടുത്തിട്ടാണോ? കുറ്റപത്രം ഒന്നും അതിലൊരു ഘടകമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് ഓരോ ഘട്ടത്തിലും അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാ? താങ്ങുവീടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നുണ പറഞ്ഞ് അവസാനം പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. അതുപോലെ ഒരു കോടീശ്വരന് ഇത് വിറ്റു എന്ന് പറഞ്ഞു. ആ കോടീശ്വരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് VD സതീശനും പറഞ്ഞു, ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അവസാനം അത് കള്ളമാണെന്ന് മനസ്സിലായി. പഞ്ചലോക വിഗ്രഹം വിറ്റു, അത് വിദേശത്തേക്ക് കടത്തി എന്ന് പറഞ്ഞു. കുറെ നാൾ അതിന്റെ പുറകെ അന്വേഷണം പോയി. അന്വേഷണ ഏജൻസിയിൽ 2 CPM ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞ് പല ആരോപണം. ഈ ആരോപണങ്ങളൊക്കെ എവിടെ പോയി? ഏറ്റവും ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞ വാചകം അറിയോ? അഭിലാഷ് കേട്ടിട്ടുണ്ടാവും, ഞാനത് വായിക്കാം. ഞാൻ ഒരിക്കൽ സോണിയാഗാന്ധിയെ കാണാൻ അവിടെ എത്തുകയും അവരെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു, ഇതാരാണെന്ന് അറിയില്ല, കാരണം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എവിടെ നിന്നോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വന്നുള്ള ആളെന്ന നിലയിൽ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഏത്? നമ്പർ 10 ജനപദിൽ വെച്ച് കണ്ടു. ആദ്യം പറഞ്ഞു. രണ്ടാമത് എന്താ പറഞ്ഞേ? ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ഞാൻ ഈ പോറ്റിയെ കണ്ടു, പരിചയപ്പെട്ടു, അതിനു മുമ്പ് എനിക്കറിയില്ല. മൂന്നാമത് എന്താ പറഞ്ഞേ? പലതവണ പത്തനംതിട്ട വീട്ടിൽ പോയി അങ്ങോട്ടും കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്, പല ബന്ധമുണ്ട്. കട്ടയാൾ,
അതുപോലെ മോഷണം മുതൽ വാങ്ങിയയാൾ, അത് ഉരുക്കിയയാൾ, അതെങ്ങനെ നമ്പർ 10 ജനപതിൽ 2 തവണ എത്തി? എങ്ങനെ സോണിയാഗാന്ധിക്ക് ആദ്യം കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു, പിന്നെ വലിയ പൊതി കൊടുത്തു? കോൺഗ്രസ് പറഞ്ഞാൽ പോരെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പോയത് അല്ലെങ്കിൽ ചെയ്തത്. ഈ നുണ അടൂർ പ്രകാശ് പറയണോ? UDF-ന്റെ കൺവീനർ പറയണോ? ഇപ്പൊ ഞങ്ങൾ പറയുന്നതാണ് കുറ്റം. എന്നാൽ ഇന്ന സാഹചര്യത്തിലാണ് ഇവിടെ കെ കരുണാകരന് പോകാൻ കഴിയാത്ത, ഹേമന്ത വിശ്വശർമ്മയ്ക്ക് പോകാൻ കഴിയാത്ത, കെ മുരളീധരന് പോകാൻ കഴിയാത്ത, ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പോകാൻ കഴിയാത്ത നമ്പർ 10 ജനപതിൽ എത്താൻ അദ്ദേഹത്തിന് കഴിയും. അവിടെ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കാൻ കഴിയും. അത്തരം ഒരു സാഹചര്യത്തെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല, കോൺഗ്രസിന് തന്നെയാണ്. അത് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയില്ല. വേണ്ട, ഉത്തരം പറയണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്കൊരു രാഷ്ട്രീയ വിഷയവും കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യാനില്ല. ഈ ബജറ്റ്, സംസ്ഥാന ബജറ്റ്, എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ബജറ്റ്, ആ ബജറ്റിനെ എതിർത്തുകൊണ്ട് ഒരു വാക്കു പറയാൻ നിങ്ങൾക്ക് ഇല്ല എന്നതുകൊണ്ടാണ് 5 ദിവസവും ഇന്നലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും ഇന്ന് നിയമസഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. രാഷ്ട്രീയപരമായി നിങ്ങൾ എത്ര ആരോപണം ഉന്നയിച്ചോ, അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഈ അന്വേഷണ ഏജൻസിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പത്മകുമാറിനെയും വാസുവിനെയും അന്ന് അറസ്റ്റ് ചെയ്യരുത്, ഇലക്ഷൻ കഴിയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ഞങ്ങൾ പറയുമായിരുന്നില്ലേ? അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഇടപെടില്ല. ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് ആണ്. നിങ്ങളല്ലേ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് CBI വേണമെന്ന് പറഞ്ഞ്, CBI വേണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞില്ലേ? ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തെ വേണ്ട, CBI വേണമെന്ന് പറഞ്ഞാൽ പരസ്യമായ കോടതിയെ ലക്ഷ്യം ഈ ഗവൺമെന്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ നിയമസഭ ദിവസങ്ങളോളം സ്തംഭിപ്പിച്ചവരല്ലേ നിങ്ങൾ? അന്നും 2 MLA-മാർ നിരാഹാരം ഇരുന്നല്ലോ, ഇപ്പോഴും 2 MLA-മാർ ഉപവാസം ഇരുന്നല്ലോ. എവിടെ പോയി MLA-മാർ? അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ, കപടമായ പ്രതീതികൾ ജനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരം ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഈ കാര്യം ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ജയിലിൽ കിടക്കുന്നത് നമ്പർ 10 ജനപത്തിലെ ചായക്കടക്കാരനാണോ അതോ ACC ഓഫീസിലെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരനാണോ? അല്ലല്ലോ. ജയിലിൽ കിടക്കുന്നത് നിലവിലെ അന്വേഷിക്കണം. എങ്ങോട്ട് പോകുന്നവരാണോ ഇനി പോകാൻ പോകുന്നവരാണോ അന്വേഷിക്കണം. കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള ആളാണ് അരുൺകുമാർ. അത് മനസ്സിലാക്കൂ. ജയിലിൽ കിടക്കുന്നതിൽ രണ്ടാമൻ നിങ്ങളുടെ മുൻ ജില്ലാ കമ്മിറ്റിയുടെ കുറെ നാളായി നമ്മൾ ചർച്ച ചെയ്താൽ നിങ്ങൾ പഠിപ്പിക്കണ്ട, നമുക്കറിയാം. അത് ഞങ്ങൾ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കൾ സംസാരിച്ചപ്പോൾ ഒരുപാട് തവണ ഉത്തരം പറയാനുണ്ടായിട്ട് കൈ ഉയർത്തി മിണ്ടാതിരുന്ന ആളാണ്. ആ മര്യാദ ഞാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്കൾ മനസ്സിലാക്കേണ്ടത് ജയിലിൽ കിടക്കുന്ന ഒരാൾ ഈ മണിക്കൂറിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറാണ്, മറ്റൊരാൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ മുൻ മെമ്പറാണ്, വേറൊരാൾ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും നിങ്ങളുടെ LC-യുടെ മെമ്പറുമാണ്. ഇനി നിങ്ങൾക്ക് പിന്നെ പറയാണ് അയ്യോ സോണിയാഗാന്ധിയെ പരിശോധിക്കണേ. പരിശോധിക്കുക അരുൺകുമാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കൂ. നിങ്ങൾ പറയുന്നു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. ഏത് ബ്രേസ്ലെറ്റ്? അത് ബ്രേസ്ലെറ്റ് ആണോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ശബരിമലയിലെ ഒരു പോറ്റി. സ്വാഭാവികമായും വിശ്വാസത്തിന്റെ ഭാഗമാണ്. അയാൾ ഒരു പെർമിഷൻ ചോദിച്ചു. സോണിയാഗാന്ധി കണ്ടിട്ടുണ്ടാവാം. നമ്പർ 10 ജനപത്തിൽ അങ്ങ് പോയിട്ടുണ്ടോ? ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ 1 രൂപയുടെ കോയിൻ ഉണ്ടെങ്കിൽ പോലും അത് സെക്യൂരിറ്റി മോണിറ്ററൈസ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് വലിയ കവറിൽ ചാക്കുകെട്ടിൽ ഇതാ സ്വർണം കൊണ്ടുപോയി കൊടുത്തു എന്ന കണക്കിന്. എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്? ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന വിവരം പറയണ്ടേ? 2 കവറിൽ എന്തായിരുന്നു? കൊടുത്ത കവറിൽ എന്താ പൂവായിരുന്നോ? കൊടുത്ത കവറിൽ എന്താ പൂവായിരുന്നോ? ഞാൻ ഉത്തരം പറയുന്നത് കോൺഗ്രസ് പറയൂ. കോൺഗ്രസിന്റെ നിങ്ങളുടെ UDF-ന്റെ കൺവീനറല്ലേ വലത്ത് നിൽക്കണേ? സ്വർണം കട്ടയാളും വാങ്ങിച്ച ആളും അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണേ? നിങ്ങൾ പറയൂ. കണക്ട് ചെയ്യാൻ എന്താണ് SIT-ക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാണ് SIT-ക്ക് പറ്റാത്തത്? നിങ്ങൾ പാട് നടന്നില്ലേ? അത് SIT-യുടെ റിപ്പോർട്ട് ഞങ്ങളും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വരട്ടെ. അരുൺകുമാറെ പറയട്ടെ. ഇതേ മാതൃഭൂമിയിൽ ഇതേ അഭിലാഷ് നടത്തുന്ന ചർച്ചയിൽ നിങ്ങളുടെ മറ്റൊരു സഹപ്രവർത്തകൻ 1 മാസം മുമ്പ് പറഞ്ഞു ഇതാ നമ്മുടെ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നേ നോട്ടീസ് കൊടുക്കാൻ പറ്റിയോ SIT-ക്ക്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഒരു കണികയുടെ പോലും, സംശയത്തിന്റെ കണികയുടെ പോലും ആരോ ഈ പറയുന്ന അടൂർ പ്രകാശിനോ കോൺഗ്രസ് ലീഡർഷിപ്പിനോ നേരെ നീട്ടിവെക്കാൻ നിങ്ങളുടെ SIT സംഘത്തിനോ നിങ്ങളുടെ പിന്നെ സോണിയാഗാന്ധിയെ പറ്റി അന്വേഷിക്കാൻ ഒരു വാക്ക് കിട്ടിയാൽ ED അടക്കമുള്ള സെൻട്രൽ ഏജൻസികൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് ഒരു 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർ വിശ്വസിക്കോ? നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഏതോ ഒരു മുക്കും മൂല എവിടെയോ കിടന്ന് കിട്ടി എന്ന് പറഞ്ഞ് 72 84 മണിക്കൂർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി
ആ കവറിൽ എന്തായിരുന്നു, എന്താണ് കയ്യിൽ കെട്ടിക്കൊടുത്തത് എന്നൊന്ന് പറഞ്ഞാൽ, എങ്ങനെ പോറ്റി ശബരിമല നമ്പർ 10 ജനപതിൽ എത്തി എന്നൊന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉന്നയിക്കില്ല. അതിന് അനുചിതമായ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്നതുകൊണ്ടാണ് അരുൺകുമാർ. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കൂ. അതായത് ഏതെങ്കിലും ഒരു കേസിന്റെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം. സംശയത്തിന്റെ നിഴൽ വീണ ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൊടുത്ത അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ അത് ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇഡിയും കേന്ദ്ര ഏജൻസികളും ഇതാ ഇതുപോലൊരു സുവർണ അവസരം കിട്ടിയിട്ട്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് സോണിയാഗാന്ധിക്ക് നേരെ തിരിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ തിരിഞ്ഞാൽ അത് അവർക്ക് നിയമപരമായി തിരിച്ചടിയാകും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കുറ്റപത്രത്തിൽ എല്ലാ കാര്യത്തിലും തർക്കിച്ചു പോകണ്ട.